തന്നെ 4 വർഷം മുമ്പ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു ആ പരാതി. ഇതിനുശേഷം എൻ്റെ ഭർത്താവിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഈ സ്ത്രീ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തള്ളുകയും ഞങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയും തകർക്കുകയും എൻ്റെ ഭർത്താവിൻ്റെ ഔദ്യോഗിക ജീവിതം തകർക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം. നമസ്കാരം. ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയായ CI തൂങ്ങി മരിച്ചു. രാവിലെ ഉണർന്നപ്പോൾ തന്നെ കേട്ട വാർത്ത ഇതാണ്. മലയൻകീഴ് CI ആയിരിക്കുമ്പോഴാണ് AV സൈജു ഒരു വനിതാ ദന്ത ഡോക്ടറെ ബലാത്സംഗം ചെയ്തതത്രേ. കോടതിയിൽ നിലനിൽക്കുന്ന കേസായതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയാത്ത വിധം ഞാൻ നിസ്സഹായനാണ്. കാരണം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും പിന്നീട് തമ്മിൽ തെറ്റി തന്നെ ബലാത്സംഗം ചെയ്തതാണെന്നും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണെന്നുമൊക്കെ പറഞ്ഞ് സ്ത്രീ പുരുഷനെതിരെ ഒരു പരാതി കൊടുത്താൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നിമിഷം തൊട്ട് അവൾ ഇരയും പുരുഷൻ പ്രതിയുമാകുന്ന വിചിത്ര നിയമമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതവിടെ നിൽക്കട്ടെ. ഇനി കാണിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണം. അത് കഴിഞ്ഞ് ബാക്കി ഞാൻ പറയാം. ഞാൻ മലയൻകീഴ് CI ആയിരുന്ന സൈജുവിൻ്റെ ഭാര്യയാണ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നിരപരാധിത്വം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവ് മലയൻകീഴ് CI ആയിരുന്നപ്പോൾ ഒരു സ്ത്രീ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. തന്നെ 4 വർഷം മുമ്പ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നു ആ പരാതി. ഈ പരാതിയിൽ മലയൻകീഴ് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ഞങ്ങൾ അത് ജാമ്യത്തിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ പരാതി ഞങ്ങൾ കൊടുത്ത പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇതിനുശേഷം എൻ്റെ ഭർത്താവിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഈ സ്ത്രീ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് തള്ളുകയും ഇതേ ആവശ്യമായി ഈ സ്ത്രീ സുപ്രീം കോടതിയിൽ സമീപിക്കുകയും സുപ്രീം കോടതി ഇവരുടെ ഹർജി വീണ്ടും തള്ളുകയാണ് ഉണ്ടായത്. ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഇവർ പ്രതീക്ഷിച്ച ഫലം കിട്ടാതായോടെ ജാമ്യത്തിനായി ഞങ്ങൾ കോടതിയെ സമീപിച്ച രേഖകൾ വ്യാജമാണെന്ന പരാതിയുമായി മുഖ്യമന്ത്രിക്കും DGPക്കും കഴമ്പില്ലാത്ത പരാതികൾ നൽകി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ സ്ത്രീ. ഇത്തരത്തിൽ 32ഓളം പരാതികളാണ് ഇവർ പലയിടങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയും തകർക്കുകയും എൻ്റെ ഭർത്താവിൻ്റെ ഔദ്യോഗിക ജീവിതം തകർക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം. ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതി പൊതുസമൂഹം ഓർക്കേണ്ടതാണ്. കേട്ടോ, തൂങ്ങി മരിച്ച CI സൈജുവിൻ്റെ ഭാര്യയാണിത്. ഇവരും ഒരു സ്ത്രീയാണ്. നിസ്സഹായതയോടെ ഇവർ പറയുന്നത് കേട്ടോ. പിന്നാലെ നടന്ന് വേട്ടയാടുകയായിരുന്നു ഇര എന്ന് പറയുന്ന ആ സ്ത്രീ. മലയൻകീഴ് CI ആയിരിക്കുമ്പോഴാണ് ഒരു വനിതാ ദന്ത ഡോക്ടർ സൈജുവിനെതിരെ പീഡന പരാതി കൊടുത്തത്. ആ കേസിൽ സസ്പെൻഷനിലായ ഇദ്ദേഹം ജാമ്യം ലഭിച്ചതിനു ശേഷം മുല്ലപ്പെരിയാർ സ്റ്റേഷനിൽ ജോലിക്കു കയറി. ഈ കേസിൽ സൈജു ജാമ്യം നേടിയത് GD രജിസ്റ്ററിൽ കൃത്രിമം കാണിച്ചാണെന്ന് ആരോപിച്ച ഇര കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം അദ്ദേഹം വീണ്ടും സസ്പെൻഷനിലായി. എന്നിട്ടും ഇര വിട്ടില്ല. അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സൈജു സാർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപമാനഭാരം ഒരു വശത്ത്, ഔദ്യോഗിക ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് പോലും വിരക്തി തോന്നിയ ദിവസങ്ങളായിരുന്നു അത്. തങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഇര പല വിധത്തിലുള്ള പരാതികൾ പലയിടങ്ങളിൽ കൊടുത്ത് പീഡിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്. അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് ആ കുടുംബം അനുഭവിക്കുന്ന നിസ്സഹായത. കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ ഇരയും സൈജുവും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പരാതി നിലനിൽക്കുമ്പോൾ പിന്നെയും പലയിടങ്ങളിൽ പരാതി കൊടുത്ത് ഒരു മനുഷ്യനെയും അയാളുടെ കുടുംബത്തെയും നിരന്തരം വേട്ടയാടുന്നതിന് എന്തു ന്യായീകരണം പറയും? ഈ മനുഷ്യൻ്റെ ജീവന് ആര് സമാധാനം പറയും? KSRTC കണ്ടക്ടറായും ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായും ഒക്കെ ജോലി ചെയ്തതിനു ശേഷമാണ് തൻ്റെ സ്വപ്നമായ കാക്കിവേഷം അണിഞ്ഞത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് പലതവണ. നഷ്ടപ്പെട്ടത് ഒരു പാവം സ്ത്രീക്ക് അവരുടെ ഭർത്താവിനെയാണ്, 2 കുട്ടികൾക്ക് അവരുടെ അച്ഛനെയാണ്. പോലീസ് അസോസിയേഷൻ പ്രസിഡൻ്റായിരുന്നു സൈജു. അദ്ദേഹത്തിൻ്റെ തലയിൽ ചുമട് പോലെ ഓരോന്നോരോന്നായി കെട്ടിവെച്ചതൊക്കെ കള്ളക്കേസുകളാണെന്ന് ഞാൻ പറയും. ഈ പോലീസ് അസോസിയേഷൻ ഏതെങ്കിലും തരത്തിൽ ആ മനുഷ്യനെ ഒന്ന് സഹായിച്ചോ? ഇല്ലാതായത് ഒരു പാവം മനുഷ്യനാണ്. ഇതിന് ഉത്തരവാദികളായവർ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഈ വാർത്ത ഇവിടെ തീരുന്നില്ല, ഇനിയും തുടരും.